ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വന്നിരിക്കുന്നത് ദളപതി 69 ജേണനെ കുറിച്ചുള്ള ചില കാര്യങ്ങളായിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇന്നലെ അനൗൺസ്മെൻറ്റ് വന്നായിരുന്നു ദളപതി 69 എച്ച് വിനോദ് ഡയറക്ഷൻ, അതിൻ്റെ മ്യൂസിക് എല്ലാം നമുക്ക് നേരത്തെ അറിയുന്ന കാര്യമല്ലേ. പക്ഷേ അനൗൺസ്മെൻറ്റ് പോസ്റ്ററും അതിൽ ടാഗ് ലൈനും കണ്ടിട്ട് ഇതൊരു പൊളിറ്റീഷ്യൻ മൂവിയാണ് എന്ന് പറഞ്ഞ് ഒരു ടോക്സ് പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും സംശയം ഇതൊരു പൊളിറ്റിക്കൽ ത്രില്ലർ ആകുമോ എന്നാണ്. അതിനൊരു ഡൗട്ടും ഉണ്ടാകും. അതുപോലെ ലാസ്റ്റ് പടമായതുകൊണ്ട് തിയേറ്റർ സെലിബ്രേറ്റ് ചെയ്യാൻ പടം ഇല്ലാതെ പോകുമെന്നൊക്കെ പറഞ്ഞ് ഒരു പേടിയും. പക്ഷേ ആ പോസ്റ്റർ കണ്ടിട്ട് ഒരിക്കലും ഒരു പൊളിറ്റിക്സ് ആണ് ഉദ്ദേശിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. ആ ടാഗ് ലൈനൊക്കെ ഒരു പോലീസ് മൂവിക്കും ചേരുന്നതാണ്. അതുകൊണ്ട് ഉറപ്പിച്ച് ഇതൊരു പൊളിറ്റിക്കൽ ത്രില്ലറാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് കത്തിയൊക്കെ പോലെ കുറച്ച് പൊളിറ്റിക്സ് സംസാരിക്കുന്ന ഒരു ഫുൾ പാക്കഡ് കൊമേഴ്ഷ്യൽ മൂവി ആയിട്ടാണ്. പക്ഷേ സ്ട്രോങ് ആയിട്ടുള്ളൊരു പൊളിറ്റിക്സ് തന്നെ ആയിരിക്കും പടത്തിലുണ്ടാകുക. അതുപോലെ ഏകദേശം കൺഫേം ആണ് കേട്ടോ ഇതൊരു വിജയ് ഇതിലൊരു പോലീസ് ക്യാരക്ടർ ആണ് എന്ന്. അതുപോലെ ഈ പടം എച്ച് വിനോദ് ആണല്ലോ ഡയറക്ടർ. എച്ച് വിനോദ് ദളപതി 69 മുന്നേ കമൽഹാസനായിട്ട് കഥ പറഞ്ഞ് ഓക്കെ ആക്കിയൊരു പടമുണ്ട്. അത് അനൗൺസ്മെൻറ്റും ചെയ്തായിരുന്നു. ആ പടവും ഇതേപോലെ ചിത്രമായിരുന്നു. അതിന് അനൗൺസ്മെൻറ്റ് വീഡിയോയും ഈ പോസ്റ്ററും തമ്മിൽ നല്ല മാച്ചുമുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത് കമൽഹാസനായിട്ട് ഓക്കെ ആയിരുന്ന പടം ഉണ്ടല്ലോ, അത് പിന്നീട് കമൽഹാസൻ ഡേറ്റ് ഇഷ്യൂ കൊണ്ടാണോ പൊളിറ്റിക്കൽ പ്രഷർ കാരണമോ അത് ഡ്രോപ്പ് ചെയ്തായിരുന്നു. ആ സ്റ്റോറിയാണ് വിജയ്ക്ക് പറഞ്ഞ് ദളപതി 69 എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ ഈ സ്ക്രിപ്റ്റിൽ കമൽഹാസനും വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. ലാസ്റ്റ് പടമാകുന്നതുകൊണ്ട് ഗംഭീര പടമായിട്ടൊന്നും പ്രതീക്ഷിക്കുന്നില്ല. എന്തായാലും നോക്കാം. അടുത്ത ദളപതി 69 അപ്ഡേറ്റിന് വേണ്ടി കാത്തിരിക്കാം. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് തോന്നുന്നത് കമൻറ്റിൽ പറഞ്ഞാൽ മതി. അതുപോലെ താഴെ കാണുന്ന ലൈക്ക് ബട്ടണും ഷെയർ ബട്ടണും ഇടുക. സൈഡിൽ കാണാൻ സബ്സ്ക്രൈബ് ബട്ടണും ബെൽ ബട്ടൺ കൊള്ളായിരുന്നു. ഇന്ന് വരെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.